ഇന്നത്തെ വീഡിയോയിൽ ഇവിടെയുള്ളൊരു മുരുകൻ ടെമ്പിളാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് വന്നതാണ്, ഞാനും മോളും കൂടി. ഇവിടെ നിന്ന് 178 എടുത്തിട്ട് ഒരു 50 മിനിറ്റ്സിന് കൂടുതലുണ്ട് അങ്ങോട്ട്. അപ്പോൾ ഞങ്ങളുടെ ബസ് വന്നു, ഞങ്ങൾ കയറാണ്. വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം വേഗം തന്നെ സീറ്റ് കിട്ടി. ഈ കാണുന്നത് ട്രീ കട്ടിങ് മെഷീനാണ് കേട്ടോ. അത് ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ റോട്ടിലേക്ക് ആവുമ്പോൾ തന്നെ ഇവിടെയൊക്കെ അത് കട്ട് ചെയ്ത് നല്ല സൂപ്പറാക്കി നിർത്തും. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ നല്ല തന്നെയാണ്. പീക്ക് ടൈമിൽ നല്ല തിരക്കുണ്ടാവും, രാവിലെയും വൈകിട്ടൊക്കെ. അല്ലാണ്ട് നമ്മൾ പോകുമ്പോൾ സീറ്റൊക്കെ കിട്ടും, സുഖമായിട്ട് പോയി വരാം. ബസ് ഇറങ്ങിയിട്ട് നടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അമ്പലം. റോഡ് സൈഡിൽ തന്നെയാണ് അമ്പലം ഉള്ളത്. അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ നല്ല ഗ്രീനറി ഉണ്ട്, നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ. തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ നമ്മുടെ അവിടുത്തെ അമ്പലത്തിനേറ്റവും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലേ. അങ്ങനെ പെയിൻ്റൊക്കെ ചെയ്ത് കൂടുതലും കളർഫുള്ളായിട്ട് തോന്നും. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ പഴമയോട് ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും അല്ലേ. എനിക്ക് പഴയ അമ്പലങ്ങളോടാണ് ഭയങ്കര ഇഷ്ടം. നാട്ടിൽ പോയാൽ അങ്ങനത്തെ അമ്പലങ്ങളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ബുക്കിത്തിമായിലുള്ള മുരുകൻ്റെ അമ്പലമാണിത്. മുരുകൻ ഹിൽ ടെമ്പിൾ എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. ബുക്കിത് പഞ്ചാങ് MRT LRT ഒക്കെ അടുത്തുണ്ട്. തമിഴ്നാട്ടിലെ കോവിലുകളിലൊക്കെ കുറേ അധികം ശില്പങ്ങളുണ്ടാവും. ദേവീദേവന്മാരുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും സാധാരണ മനുഷ്യരുടെയും രാജാക്കന്മാരും ഒക്കെ ഉണ്ടാവും അതിൽ. അവിടുത്തെ എല്ലാ കോവിലുകളുടെ മുന്നിലും വലിയ ഗോപുരം ഉണ്ടാവും, അതിലിങ്ങനെ നിറയെ ശില്പങ്ങൾ കൊത്തിയിട്ടുണ്ടാവും. ഇവിടെയുള്ള ഇന്ത്യൻ ടെമ്പിൾസ് എല്ലാതും അങ്ങനെ തന്നെയാണ് കേട്ടോ. തമിഴ് ശൈലിയിലാണ് എല്ലാതിൻ്റെ നിർമ്മാണം. ഇവിടെ അമ്പലത്തിൽ മുകളിലാണ് മെയിൻ പ്രതിഷ്ഠ ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ പടികളൊക്കെ കയറി മുകളിലേക്ക് എത്തും. അപ്പോൾ ശരിക്കൊരു കുന്നിൻ്റെ മുകളിലേക്ക് ചെല്ലണ പോലൊരു ഫീലാണ്. അതായിരിക്കും ഹിൽ ടെമ്പിൾ എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് കുറേയധികം ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകൾ കാണാം. മെയിനായിട്ട് ശ്രീ മുരുകൻ, ശിവൻ, പെരിയച്ചി അമ്മൻ, ശ്രീ വിനായകർ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് നവഗ്രഹങ്ങളുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. മോളിൽ നിന്ന് തൊഴുതിറങ്ങുമ്പോൾ താഴെയുള്ളത് കല്യാണ മണ്ഡപമാണ്. അതിൻ്റെ സൈഡിലായിട്ട് കുറേ ദേവീദേവന്മാരുടെ ശില്പങ്ങളുണ്ട്. അതിൽ തന്നെ ബുദ്ധ, സായിബാബ, പിന്നെ ഹനുമാൻ, ദേവിമാർ, അങ്ങനെ കുറേ സ്വാമിമാരെ നമുക്കിവിടെ കാണാം കേട്ടോ.
ഇവിടുത്തെ അമ്പലങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കണോണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. യാതൊരുവിധ റെസ്ട്രിക്ഷൻസ് ഇല്ല. നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. നാട്ടിലത്തെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും പാടില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇവിടെ വരുമ്പോഴും എനിക്കൊരു വീഡിയോ എടുക്കാനായിട്ട്. ഇപ്പം നമുക്ക് ഈ പ്രതിഷ്ഠകളിലൊക്കെ കറക്റ്റായിട്ട് അടുത്ത് നിന്നിട്ടൊക്കെ വേണമെങ്കിൽ, അടുത്ത് മീൻസ് കുറച്ചടുത്ത് പോയിട്ടൊക്കെ പ്രതിഷ്ഠകൾ കറക്റ്റായിട്ടൊക്കെ വീഡിയോ എടുക്കാം. പിന്നെ ഈ ഒരു അമ്പലത്തിലെ ഒരു പ്രത്യേകതയാണ് 18 പടിയോട് കൂടിയിട്ടൊക്കെ അയ്യപ്പസ്വാമിയുടെ ഒരു ചെറിയ അമ്പലം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട് കേട്ടോ. ഈ അയ്യപ്പൻ കോവിലിൽ കാർത്തിക മാസത്തിലാണ് പ്രാധാന്യം തോന്നുന്നു. സ്പെഷ്യൽ പൂജയൊക്കെ ഉണ്ടാവും. അയ്യപ്പ കോവിലിനടുത്തായിട്ട് തന്നെ ഒരു ആൽമരവും അതിന് താഴെ ഒരു നാഗപ്രതിഷ്ഠയുണ്ട്. ഈ നാഗപ്രതിഷ്ഠയ്ക്ക് പാലഭിഷേകം ചെയ്യാൻ പറ്റും. അപ്പോൾ പാല് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമുക്ക് തന്നെ അത് ചെയ്യാൻ പറ്റും, പാലഭിഷേകം. പിന്നെ അതിനടുത്തായിട്ടൊരു ശിവലിംഗവും കാണാം. താഴത്തെ നിലയിലുള്ള വെഡ്ഡിങ് ഹാളാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിനു മുൻപ് ജുറോങ് ഈസ്റ്റിലുള്ള ഒരു മുരുകൻ ടെമ്പിളിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇവിടെ കൂടുതലുള്ളത് മുരുകൻ ടെമ്പിളാണ്. അതായത് തമിഴ്നാട്ടിൽ കൂടുതലും മുരുകനാണ് പ്രാധാന്യമുള്ളത്. അങ്ങനെ ഇന്ന് ബുക്കിത് തിമാഹിലുള്ള മുരുകൻ ഹിൽ ടെമ്പിളിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ, താങ്ക് യു.